നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങൾക്കിടയിൽ പാകിസ്ഥാന് നൽകിയ പിന്തുണയിൽ ഇപ്പോൾ ശരിക്കും വെട്ടിലായിരിക്കുന്നത് തുർക്കി എന്ന് പറയുന്ന കൊച്ചു രാജ്യമാണ്. പാകിസ്ഥാൻ ബാക്കി കിടന്ന് അനുഭവിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ തുർക്കിയെയും വലിഞ്ഞു മുറുക്കാൻ ഇന്ത്യ തയ്യാറായിരിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തെ പിന്നാലെ പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങൾക്കെതിരെ ഇന്ത്യ നടത്തിയ തിരിച്ചടിക്ക് ശേഷം പാകിസ്ഥാന് നൽകിയ പിന്തുണയാണ് രാജ്യത്തിന്റെ ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് വ്യവസായത്തെ അടക്കം ബാധിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ചു ദിവസം മുമ്പ് അവിടുത്തെ മറ്റുള്ള വ്യാപാരത്തെ, ടർക്കിഷ് ആപ്പിളും അതുപോലെ തന്നെ മാർബിൾ വ്യാപാരത്തെ അടക്കം തന്നെ വലിയ രീതിയിൽ ഈ തുർക്കിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങിനെയും അല്ലെങ്കിൽ ആ മേഖലയെ കൂടി ഇപ്പോൾ ഇന്ത്യയുടെ ഈ ഒരു നീക്കം ബാധിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ വെഡ്ഡിംഗ് പ്ലാനർമാരുടെ വ്യാപക ബഹിഷ്കരണത്തെ തുടർന്നാണ് ആഡംബര ടൂറിസത്തിന്റെ പ്രധാന ഘടകമായിരുന്ന ഈ മേഖല തകർച്ചയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് കേന്ദ്രങ്ങളിൽ വർഷം തോറും നടക്കുന്ന ഇന്ത്യൻ വിവാഹങ്ങൾ തുർക്കിയുടെ ടൂറിസം സമ്പദ് വ്യവസ്ഥയിലേക്ക് $140 മില്യൺ അതായത് ഏകദേശം 1198 കോടി രൂപ സംഭാവന ചെയ്യുന്നുണ്ട്. പുതിയ മാറ്റത്തിന്റെ ആഘാതം അതിശക്തമാണ്. പ്രമുഖ ഇന്ത്യൻ വെഡ്ഡിംഗ് പ്ലാനിംഗ് സ്ഥാപനമായ കെസ്റ്റോൺ ഉത്സവിന്റെ പ്രതിനിധി നിഖിൽ മഹാരാജിനെ ഉദ്ധരിച്ച് ദി ഫിനാൻഷ്യൽ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു. വൈകാരികത, സുരക്ഷ, മൊത്തത്തിലുള്ള അതിഥി അനുഭവം എന്നിവയാൽ സന്തുലിതമായ സ്ഥലങ്ങൾക്കാണ് ഇന്ത്യൻ കുടുംബങ്ങൾ മുൻഗണന നൽകുന്നത്. ഈ പ്രത്യാഘാതം ആഗോള ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് രംഗത്ത് തുർക്കിക്ക് ഇതിന്റെ സ്ഥാനം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നും മഹാരാജൻ വ്യക്തമാക്കി. ഇസ്താംബൂളിലെ കൊട്ടാരങ്ങൾ മുതൽ ബോർഡ്രമിലെ തീരദേശ റിട്രീറ്റുകൾ വരെ വിവാഹിതരാകാൻ ഒരുങ്ങുന്നവരുടെ പ്രിയപ്പെട്ട ഇടങ്ങളായിരുന്നു. 2024 മാത്രം 50ഓളം ആഡംബര ഇന്ത്യൻ വിവാഹങ്ങൾക്കാണ് തുർക്കി ആതിഥേയത്വം വഹിച്ചത്. ഓരോ വിവാഹത്തിന്റെയും ശരാശരി ചിലവ് $3 മില്യൺ ആയിരുന്നു. $8 മില്യൺ വരെ ചിലവ് വന്ന വിവാഹങ്ങളും ഉണ്ടായിരുന്നു. പലപ്പോഴും ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾ പ്രാദേശിക കച്ചവടക്കാർക്കും ടൂറിസവുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകൾക്കും വലിയ ഉത്തേജനം നൽകിയിട്ടുണ്ട്. 100 പേർ പങ്കെടുക്കുന്ന സാധാരണ തുർക്കി വിവാഹങ്ങൾക്ക് $1600 $5400 ഇടയിലാണ് ചിലവ് വരുന്നത്. അതേസമയം 100 അതിഥികൾ പങ്കെടുക്കുന്ന സാധാരണ ഇന്ത്യൻ വിവാഹങ്ങൾക്ക് $3,85,000 പാക്കേജുകൾ ആരംഭിക്കുന്നത്. 2018 13 ഡെസ്റ്റിനേഷൻ വിവാഹങ്ങളാണ് തുർക്കിയിൽ നടന്നത്. 2024 ആയപ്പോൾ 300% വർധനവുണ്ടാവുകയും 50 ഡെസ്റ്റിനേഷൻ വിവാഹങ്ങൾ നടക്കുകയും ചെയ്തു. എന്നാൽ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പൊട്ടിപ്പുറപ്പെട്ട രാഷ്ട്രീയ സംഘർഷങ്ങൾ തുർക്കിയിലെ ഡെസ്റ്റിനേഷൻ വിവാഹങ്ങളെ ബാധിച്ചു. 2000ഓളം ടൂറിസ്റ്റ് ബുക്കിംഗുകളാണ് ഇതുവരെ റദ്ദാക്കിയത്. 2025 നിശ്ചയിച്ചിരുന്ന 50 ഇന്ത്യൻ വിവാഹങ്ങളിൽ 30 വിവാഹങ്ങളെയും ഇത് ബാധിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഇവ റദ്ദാക്കുന്നതിലൂടെ $90 മില്യൺ വരെ നഷ്ടം തുർക്കിക്കുണ്ടായേക്കാം എന്നാണ് ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന. പഹൽഗാം ഭീകരാക്രമണത്തിലും തുടർന്ന് നടന്ന ഓപ്പറേഷൻ സിന്ദൂർ നടപടിയിലും ഇന്ത്യ വിരുദ്ധ നിലപാടെടുത്ത തുർക്കിയുമായുള്ള നയതന്ത്ര ബന്ധമൊക്കെ തന്നെ ഇപ്പോൾ അനിശ്ചിതത്വത്തിൽ ആവുകയാണ്. ഇതിനോടകം തന്നെ നിരവധി ആളുകളാണ് ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് തുർക്കിയെ തിരഞ്ഞെടുത്തതൊക്കെ തന്നെ ക്യാൻസൽ ചെയ്യുന്നത്. ഹോട്ടൽ ബുക്കിങ്ങുകളൊക്കെ തന്നെ ക്യാൻസൽ ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളും അതുപോലെ തന്നെ ബോയ്ക്കോട്ട് തുർക്കി എന്ന് പറയുന്ന ഹാഷ്ടാഗിൽ വലിയ രീതിയിൽ തുർക്കിക്കെതിരെ ഉപരോധം രേഖപ്പെടുത്തണമെന്നുള്ള അവരുടെ രോഷം സോഷ്യൽ മീഡിയ പേജുകളിലടക്കം തന്നെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വന്തം രാജ്യത്തേക്കാൾ വലുതല്ല മറ്റൊരു രാജ്യവും, അല്ലെങ്കിൽ നമ്മുടെ ദേശീയതയാണ് നമുക്ക് ഏറ്റവും വലുതെന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പല ആളുകളും ഇപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. തുർക്കിയുടെ പാകിസ്ഥാന് നൽകിയ 400-500 ഡ്രോണുകളാണ് ഇന്ത്യയിലെ സാധാരണക്കാരുടെ മേൽ പതിക്കാനായിട്ട് കുതിച്ചെത്തിയത്. പക്ഷെ അതിനെയൊക്കെ തന്നെ നമുക്ക് തടയാനായിട്ട് സാധിച്ചു. ഒരുപക്ഷെ അത് പതിച്ചിരുന്നെങ്കിൽ, നല്ലൊരു പ്രതിരോധ സംവിധാനം ഇല്ലാതെ ഇന്ത്യക്ക് അത് തടയാനായിട്ട് ഇല്ലായിരുന്നെങ്കിൽ എത്ര ആളുകളായിരിക്കും മരണപ്പെടുക. ഏതായാലും ആ ഒരു വികാരം തന്നെയാണ് ജനങ്ങളിൽ ഇപ്പോൾ ആളിക്കത്തിയിരിക്കുന്നതും അത് ഇപ്പോൾ തുർക്കിയുടെ മേൽ ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് കാരണമാകുന്നതും. ഇന്ത്യയിലേക്കുള്ള തുർക്കിയുടെ പുതിയ അംബാസിഡറെ അംഗീകരിക്കുന്ന ചടങ്ങ് ഇന്ത്യ അനിശ്ചിത കാലത്തേക്കാണ് ഇപ്പോൾ മാറ്റിവെച്ചത്. ഇതൊക്കെ തന്നെ നൽകുന്നത് ഇതിന്റെ സൂചനയാണ്. രാഷ്ട്രപതി ഭവനിലെ സമയക്രമങ്ങളിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് നടപടിയെങ്കിലും ഇന്ത്യയുടെ തുർക്കി വിരുദ്ധ മനോഭാവത്തിന് തെളിവാണ് ഈ സംഭവം. കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യയിലെ വിമാനത്താവളങ്ങളിൽ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് പ്രവൃത്തികൾ ഏറ്റെടുത്ത് നടത്തിയിരുന്ന തുർക്കി ബന്ധമുള്ള കമ്പനിയുടെ സെക്യൂരിറ്റി ക്ലിയറൻസ് റദ്ദാക്കിയത്. ഇതിനൊപ്പമാണ് അംബാസിഡറെ അംഗീകരിക്കുന്ന ചടങ്ങും നീട്ടുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ പാകിസ്ഥാന് പിന്തുണ പ്രഖ്യാപിച്ച് തുർക്കി രംഗത്ത് വന്നിരുന്നു. ഇതിൽ ഇന്ത്യ ആശങ്ക രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. പിന്നാലെയാണ് നടപടി. ഇന്ത്യയിലേക്കുള്ള തുർക്കിയുടെ പുതിയ അംബാസിഡറായി നിയമിതനാകേണ്ടത് അലി മുറാത്ത് അസോയിയാണ്. സ്ഥാനമേൽക്കുന്നതിന് മുൻപ് ഇന്ത്യ അദ്ദേഹത്തെ അംഗീകരിക്കേണ്ടതുണ്ട്. രാഷ്ട്രപതിയുടെ സാന്നിധ്യത്തിൽ നടക്കേണ്ട ചടങ്ങ് പ്രാധാന്യമുള്ളതാണ്. ഇതാണ് ഇന്ത്യ നടത്താതെ നീട്ടിക്കൊണ്ടുപോകുന്നത്. ഫലത്തിൽ അംബാസഡർ ഇന്ത്യ അംഗീകരിക്കുന്നില്ല. വിഷയത്തിൽ തുർക്കി എംബസി പ്രതികരിച്ചിട്ടില്ല. എന്ന് ചടങ്ങ് നടത്തുമെന്നോ എന്തുകൊണ്ടാണ് മാറ്റിവെച്ചതെന്നോ ഇന്ത്യ ഔദ്യോഗികമായി വ്യക്തമാക്കിയിട്ടുമില്ല.
മാർച്ചിലാണ് അലി മുറാദ് എർസോയി ഇന്ത്യയിലെ അംബാസഡറായി എത്തുന്നത്. ഇന്ത്യ അംഗീകാരം നൽകാത്തിടത്തോളം കാലം ഈ നിയമനത്തിന് പ്രാബല്യമുണ്ടാകില്ല. തായ് അംബാസഡറിന്റെയും പുതിയ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷണറെയും അംഗീകരിക്കുന്ന ചടങ്ങ് മാറ്റിവെച്ചിട്ടുണ്ട്. ഇതിനും കാരണം പറഞ്ഞിട്ടില്ല. തുർക്കി, അസർബൈജാൻ എന്നീ രാജ്യങ്ങളാണ് പാകിസ്ഥാന് പിന്തുണ പ്രഖ്യാപിച്ചത്. ഈ രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾ ഇന്ത്യക്കാർ റദ്ദാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തുർക്കി ഉൽപ്പന്നങ്ങൾക്ക് ബഹിഷ്കരണ ആഹ്വാനവും രാജ്യത്ത് ഉയർന്നിട്ടുണ്ട്. തുർക്കിയുടെ ഡ്രോണുകളാണ് ഇന്ത്യയെ ആക്രമിക്കാൻ പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത്. 600 ഡ്രോണുകളാണ് ഇന്ത്യയിലേക്ക് പാകിസ്ഥാൻ അയച്ചത്. ഇതിൽ 4 എണ്ണം ഒഴിച്ച് ബാക്കിയെല്ലാം ഇന്ത്യ തകർത്തു. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധം സുശക്തമാണെന്നതിന് തെളിവുമായി. തുർക്കിയുടെ നിയുക്ത ഇന്ത്യൻ അംബാസഡർ അലി മുറാദ് എർസോയ് ചുമതല ഏറ്റെടുക്കുന്നതിന് മുന്നോടിയായി രാഷ്ട്രപതിക്ക് യോഗ്യതാ പത്രം സമർപ്പിക്കുന്ന ചടങ്ങാണ് മാറ്റിവെച്ചത്. പാകിസ്ഥാനെ സഹായിച്ചതിന്റെ പേരിൽ തുർക്കിക്കെതിരെ രാജ്യത്ത് പ്രതിഷേധം വ്യാപിക്കുന്നതിനിടെയാണിത്. 15-നായിരുന്നു രാഷ്ട്രപതി ഭവനിൽ ചടങ്ങ് നിശ്ചയിച്ചിരുന്നത്. ചടങ്ങ് മാറ്റിയതിനെ കുറിച്ച് പ്രതികരിക്കാൻ തുർക്കി എംബസി വിസമ്മതിച്ചു. വ്യാഴാഴ്ച ചടങ്ങ് മാറ്റിവെച്ചതിന് പിന്നാലെയാണ് തുർക്കി ബന്ധമുള്ള ജലേബി ഏവിയേഷൻ കമ്പനിയെ ഇന്ത്യ വിമാനത്താവളങ്ങളിലെ കാർഗോ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഓപ്പറേഷനുകളിൽ വിലക്കിയ തീരുമാനം വന്നത്. തുർക്കിയിലെ ജലേബി ഏവിയേഷൻ ഹോൾഡിംഗിന്റെ ഇന്ത്യയിലെ കമ്പനിയായ ജലേബി എയർപോർട്ട് സർവീസസ് ഇന്ത്യ എന്ന കമ്പനിയുടെ സെക്യൂരിറ്റി ക്ലിയറൻസ് ആണ് ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി റദ്ദാക്കിയത്. ദേശസുരക്ഷയുമായി ബന്ധപ്പെട്ട ആശങ്കയുടെ പേരിലാണ് കമ്പനിക്കെതിരെ നടപടിയെടുത്തത്. ഡൽഹി, മുംബൈ, ചെന്നൈ ഉൾപ്പെടെ 9 വിമാനത്താവളങ്ങളിലാണ് ജലേബി പ്രവർത്തിച്ചിരുന്നത്. മുംബൈ വിമാനത്താവളത്തിന്റെ 70% ഗ്രൗണ്ട് ഓപ്പറേഷൻസും തുർക്കി കമ്പനിയാണ് കൈകാര്യം ചെയ്യുന്നത്. ജനറൽ ഏവിയേഷൻ സർവീസ്, പാസഞ്ചർ സർവീസ്, കാർഗോ, പോസ്റ്റൽ സർവീസ്, വെയർഹൌസ് ആൻഡ് ബ്രിഡ്ജ് ഓപ്പറേഷൻ തുടങ്ങിയ ഗ്രൗണ്ട് ഓപ്പറേഷൻസുകളെല്ലാം കമ്പനി കൈകാര്യം ചെയ്യുന്നുണ്ട്. സുരക്ഷാ അനുമതി പിൻവലിച്ചതോടെ ഇവരെ പ്രവർത്തനം വിലക്കിയത് ഈ വിമാനത്താവളങ്ങളിൽ ആശയക്കുഴപ്പത്തിന് കാരണമായിരുന്നു. ഏപ്രിൽ 22-ന് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ നിഷ്പക്ഷമായ അന്വേഷണം വേണമെന്ന് പാകിസ്ഥാൻ ആവശ്യം ഉന്നയിച്ചപ്പോൾ അതിനെ പിന്തുണച്ച രാജ്യങ്ങളായിരുന്നു തുർക്കിയും അസർബൈജാനും. പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ നടന്ന ആക്രമണത്തെ അപലപിക്കുന്നതിനൊപ്പം പാകിസ്ഥാനിലെ ജനങ്ങൾക്കൊപ്പം നിലകൊള്ളുന്നുവെന്ന് ഇരുവരും പരസ്യമായി പ്രഖ്യാപിച്ചു. പഹൽഗാം താഴ്വരയിൽ നിഷ്കളങ്കരായ 26 പേർ പാക് പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയുടെ ആക്രമണത്തിൽ മരിച്ചു വീണതിന്റെ ഞെട്ടൽ മാറുന്നതിന് മുൻപായിരുന്നു ഇന്ത്യയെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് തുർക്കിയും അസർബൈജാനും പാകിസ്ഥാന് പിന്തുണ പ്രഖ്യാപിച്ചത്. 600 മുതൽ 700 ഡ്രോണുകളാണ് ഇന്ത്യയിലെ 36 കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് പാകിസ്ഥാനിൽ നിന്നെത്തിയത്. സിയാച്ചിൻ മുതൽ സർക്രീക്ക് വരെയുള്ള മേഖലയെ ലക്ഷ്യം വെച്ചായിരുന്നു ആക്രമണം. തുർക്കി നിർമ്മിത അസിസ് ഗാർഡ് സോൻഗർ ഡ്രോണുകളാണ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഉപയോഗിച്ചത്. തുർക്കി, സൗദി, UAE നയിക്കുന്ന അറബ് രാഷ്ട്രങ്ങളുമായി മത്സരത്തിലാണ്. സൗദി എമിറാത്തി സ്വാധീനം കുറയ്ക്കാനായി അറബ് ഇതര മുസ്ലിം രാഷ്ട്രങ്ങളുമായി സഖ്യം ചേർന്നുകൊണ്ട് ബദൽ സാഹചര്യം ഒരുക്കാനും തുർക്കി ഇതിനോടകം ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഏഷ്യയ്ക്ക് യൂറോപ്പിനും ഇടയിലുള്ള പാലമായി സ്വയം കണക്കാക്കുന്ന തുർക്കിയെ ഒഴിവാക്കിക്കൊണ്ടാണ് നിർദ്ദിഷ്ട ഇന്ത്യ മധ്യപൂർവ്വ ദേശം യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി കടന്നുപോകുന്നത്. ഇതിന്റെ പേരിൽ ഈ പദ്ധതിയെ തുർക്കിയുടെ പ്രസിഡന്റ് എർദോഗാൻ ശക്തമായി വിമർശിച്ചിരുന്നു. മാത്രമല്ല, ഏഷ്യ യൂറോപ്പ് പാത പൂർത്തീകരിക്കാനുള്ള സ്വന്തം പദ്ധതി തുർക്കി മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. ഇറാഖ് ഡെവലപ്മെന്റ് റോഡ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഏതായാലും ഇപ്പോഴത്തെ ഇന്ത്യയുടെ നീക്കം മൊത്തത്തിൽ തുർക്കിയെ വലിയ രീതിയിൽ തന്നെയാണ് പ്രശ്നങ്ങളിൽ വലിഞ്ഞു മുറുക്കിയിരിക്കുന്നത്. ഏതായാലും ഇത് നാളത്തെ തുർക്കിയുടെ സാമ്പത്തിക നിലയെ വലിയ രീതിയിൽ തന്നെ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.